സോ നമ്മൾ ഇങ്ങനെ റിയാക്ഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ട സമയത്ത് പെട്ടെന്ന് നമ്മൾ കണ്ണിൽപ്പെട്ടൊരു സാധനമാണ് ഒരു തമിഴിൽ ഒരു പുതിയ തമിഴ് പടത്തിൻ്റെ ഒരു ടീസറോ ഇത് ഇൻട്രോയോ എന്തോ പ്രൊമോയോ എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്. റാവടി എന്നാണ് എൻ്റെ പേര്. അതിൽ ബേസിൽ ജോസഫിൻ്റെ പേര് കണ്ടു. അപ്പോൾ അതെന്താ സംഭവം നമുക്ക് അറിയത്തില്ല. നമുക്കത് കണ്ടു നോക്കാം. എന്താ പരിപാടി എന്നൊരു പിടുത്തമില്ല. നമ്മളിപ്പം വളരെ റാൻഡമായിട്ട് യൂട്യൂബിൽ കണ്ടതാണ്. വീണ്ടും ഹോസ്റ്റൽ இந்த வருஷமும் ஹாஸ்டலில் சரக்கு ஓட்டுற கான்ட்ராக்ட் எனக்கே கொடுங்கண்ணே. ரூல்ஸ்லாம் இருக்குறா. எங்களுக்கு 70 உங்களுக்கு 30. ஓகே நான் டீல். நம்ம கெட்டவங்க கெட்டவங்களுக்கு கெட்ட கனவு தான் வரும். బాంబ్ చేయరా? ఒరే బాంబ్ మొత్తం కాలేజ్ క్లోజ్. മറ്റേ കന്നഡ പടം അത് തന്നെ അതിന് റീമേക്ക് ആയിരിക്കും. അതിനകത്ത് മറ്റേ പറഞ്ഞില്ലേ ഗസ്റ്റായിട്ട് ഷെഡ്ഡി അതാ സെയിം സാധനം മനസ്സിലായിട്ട്. അതാണ് ഹോസ്റ്റൽ ഒടുകാതിരും വേഗാതിരും അങ്ങനത്തെ തന്നെ പേര്. അത് തന്നെ അപ്പോൾ അതിന് ട്രെയിലർ നമ്മൾ കണ്ടാണ് സെയിം സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട്. ഒരു എക്സ്ട്രാ കുറേ അടി ഉണ്ടായിരിക്കും. അതന്നെ என்னை அவரை நம்புங்க, நாங்க சரி பண்றோம். யாரா നേരെ നിൽക്കാനുള്ള അബ്ബാസ് അടിപൊളി ജന്മാർട്ടിൻ മ്യൂസിക്. ഇത് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഒരു കന്നഡ ഫിലിം ഉണ്ട് ഹോസ്റ്റൽ വലിയ പേരാണ്. ഞങ്ങൾ അതിന്റെ പോസ്റ്റർ വെക്കാം. ഈ പടത്തിന്റെ റീമേക്ക് ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇനി ഒഫീഷ്യലി അറിയില്ല. നമ്മളിപ്പോ ഭയങ്കര റാൻഡായിട്ട് കണ്ടാൽ എന്താ പരിപാടി എടുത്തില്ലായിരുന്നു. ആ ഫിലിം കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ കണ്ടു. ടോപ്പ് പടമാണ്, ഗംഭീര മേക്കിംഗ് ആണ്. അതിന്റെ കണ്ടിട്ടൊരു മേക്കിംഗ് വൈസ് അതുപോലെ എടുത്ത് വെച്ചാൽ മതി. കാരണം അത്ര കിടിലൻ വർക്ക് അതിനകത്ത്. അത് ചുമ്മാ ഭയങ്കര പാടാണ് ആ സിനിമ ചെയ്യാൻ. മറ്റേ നമ്മുടെ തല്ലുമാരുടെ കാര്യം പറഞ്ഞില്ല, അതിനകത്ത് അവർ ഈ ആനിമേഷൻസും അതിനകത്ത് ഈ ട്രാൻസിഷൻസും പരിപാടിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കഥയും ഐഡിയയും ഇത് കൊണ്ടുപോയി ഇത് എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ള എല്ലാം ഭയങ്കര രസമായിരുന്നു ആ പടം. ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഭയങ്കര വൈബ് പടമാണ്. പേര് ഇവിടെ വെക്കാം, പറഞ്ഞു തെറ്റിക്കുന്നില്ല. സോ അപ്പം ഇത് വരട്ടെ, ഇതിൻ്റെ പരിപാടികളൊക്കെ വരട്ടെ. നമ്മൾ റാൻഡമായിട്ട് കണ്ടാണ്, സർപ്രൈസ് ആയിപ്പോയി. കൊള്ളാം. എനിക്ക് തോന്നുന്നു മറ്റേ പടത്തിൽ നമ്മുടെ ഋഷഭ് ഷെട്ടിയാണ് അതിരിക്കുന്നത്. ഇതിലിപ്പോൾ ബേസിൽ ജോസഫാണ്. കൊള്ളാം, ബേസിലിന്റെ ലുക്ക് രസം. അതെ അതെ, പുള്ളി നമ്മളതിന് വേറെ രീതി പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ ഇപ്പോൾ പരാശക്തിയിൽ വന്നതിന് ശേഷം ഇനി തമിഴ് പടത്തിലൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നു. അല്ല, ആക്ച്വലി പുള്ളിക്ക് തമിഴ്നാട്ടിൽ നല്ലൊരു ഫാൻസ് ഉണ്ട്. ഫാൻസ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് അടുത്ത ഒരു റിയാക്ഷനോട്ട് വരുന്നതായിരിക്കും.